ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് വയ്യാണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു. ചിന്നുമായിരുന്നു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ചാനലിലൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാമെന്ന് ഓർത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നല്ലോണം അങ്ങോട്ട് സുഖമായിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ കുളിക്കാനോ നനയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാതെ ഈ പൂക്കളൊക്കെ കാണിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഗൗരിയുടെയും ശങ്കരൻ്റെയും ഇന്നത്തെ കഥയിലേക്കൊക്കെ പോയാലോ. അപ്പോൾ കുറച്ചധികം ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ കഥയിൽ വരാൻ പോവുകയാണ്. നമ്മുടെ ശങ്കറും ഗൗരിയും തമ്മിൽ ഒന്നിക്കാൻ പോവുകയൊക്കെ ചെയ്യുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറേ സാഹചര്യങ്ങളാണ് നമ്മുടെ കഥയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മറ്റൊരു വീഡിയോയും കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ വേണിയും അച്ഛനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫസർ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തില്ലേ, അതിനെക്കുറിച്ചാണ് വേണി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും പ്രൊഫസർ ദേഷ്യപ്പെട്ട മനസ്സിലെ ആ ടെൻഷനും സങ്കടവും ഒക്കെ അങ്ങോട്ട് മാറ്റണം, തോന്നുമ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടോന്നേ എന്നൊക്കെ പറയുന്ന വേണിയെ കണ്ടിട്ട് ശരിക്കും സഹതാപം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണി പറഞ്ഞു, ചായ കുടിച്ചില്ലല്ലോ, ചായ കുടിച്ചിട്ട് നന്ദിനിയമ്മയുടെ കൈ കപ്പ് കൊടുത്താൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് പോവാം. അപ്പോഴേക്കും നന്ദിനിയമ്മ പറഞ്ഞു വേണ്ടിയിരുന്നില്ല, അവളോടിങ്ങനെ പെരുമാറുമൊന്നും വേണ്ടിയിരുന്നില്ല, അവളോടിങ്ങനെ പെരുമാറിയത് വലിയ തെറ്റായി പോയി, ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യല്ല, അവൾ പാവം, അവൾ പഠിപ്പിക്കണമായിരുന്നു, പഠിച്ച് കുറച്ച് വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിഷ്കളങ്കയായ നല്ലൊരു കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്നൊരു പെണ്ണായേനെ അവൾ എന്നൊക്കെ നന്ദിനിയമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസർ ചോദിച്ചു, നമ്മുടെ ഗൗരിമോള് പാവമല്ലേ, നമ്മുടെ ഗൗരിമോൾ എത്ര പാവമാണ്, എന്നിട്ട് ചാരങ്കാട്ടുകാരെ എങ്ങനെയാണ് അവളോട് പെരുമാറുന്നത്, അവളോട് എത്ര ക്രൂരതയാണ് ചാരങ്കാട്ടുകാർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയമ്മയ്ക്കൊന്നും മിണ്ടാനില്ല. അത് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, ശങ്കർ നോക്കിക്കോളൂ അവളെ, ഒരു കുഴപ്പമില്ല, അവളവിടെ സന്തോഷമായിട്ട് തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലെ ആ വേലക്കാരി നിന്ന് ഇങ്ങനെ മുറ്റമല്ല ഉമ്മറും ഇങ്ങനെ തൂത്തോണ്ടൊക്കെ നിൽക്കുകയാണ്. ആ സമയത്ത് രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് ചെല്ലുക. രാധാമണി തങ്കച്ചി ചെന്നിട്ട് പറഞ്ഞു, നീ ഇത് തൂത്തും തുടച്ച് നിൽക്കാതെ നീ ശങ്കറിന് പോയി വല്ലതും എടുത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോഴേക്കും പറഞ്ഞു, അയ്യോ ഇല്ല, കുറുകുഞ്ഞ് ഇവിടെ ഇല്ല, ശങ്കർ കുഞ്ഞ് പുറത്തു പോയതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹാ, അവൻ നേരെ വെളുക്കുന്നതിന് മുമ്പ് പുറത്തു പോയോ, അതെങ്ങനെയാ, ഒരു ചോദ്യം പറച്ചിലുമില്ല, പാവം കൊച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല മാഡം, ഇന്നലെ പുറത്തു പോയതാ, ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതുവരെ വന്നിട്ടില്ലേ, അവൾ വന്ന് കയറി എൻ്റെ മോളുടെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ രാധാമണി തങ്കച്ചി അങ്ങോട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നേരെ ചെന്നിട്ട് ചാരങ്ങാട്ട് മഹാദേവനോട് കാര്യം ഇങ്ങനെ പറയാം. ചാരങ്ങാട്ട് മഹാദേവനും ശേഖരനും അതുപോലെ തന്നെ നമ്മുടെ ദേവിമയൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധാമണി തങ്കച്ചി എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, ചാരങ്ങാട്ട് മഹാദേവൻ എൻ്റെ കുട്ടി ശങ്കരനെ എവിടെ പോയി എന്ന് പോലും അറിയത്തില്ല, ഇലക്ഷൻ വരുമോ, ഈ സമയത്ത് ഈ വീട്ടിൽ ഇമ്മാതിരി ഓരോ പ്രശ്നങ്ങളാ എന്നൊക്കെ പറഞ്ഞ് വയലൻ്റ് ആവുകയാണ് മഹാദേവൻ. അപ്പോഴേക്കും ദേവിമ പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഇങ്ങനെ വയലൻ്റ് ആവല്ലേ എന്ന് പുള്ളിക്കാരനോട് ഇങ്ങനെ പറയാം. അത് മലയാളത്തിലാട്ടോ പറയണത്, എനിക്ക് മലയാളം വാക്ക് കിട്ടുന്നില്ല. ശാന്തനാകൂ അത് തന്നെ, ശാന്തനാകൂ ഇത്രയും അധികം ടെൻഷൻ അടിക്കണ്ടെന്ന രീതിയിൽ നമ്മുടെ ദൈവമേ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും, ഇലക്ഷൻ വന്ന് തലയിൽ കയറി കഴിഞ്ഞ് സീറ്റ് കിട്ടുന്ന ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ദൈവം പറഞ്ഞു, ഈ ഒരു അവസരം നീ മുതലാക്കണം, നിന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് എതിർ പാർട്ടിക്കാർ നിന്റെ മകനെ തട്ടിക്കൊണ്ടുപോയതാന്ന് പറയണം, എതിർ പാർട്ടിക്കാർ നിന്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി കിട്ടും, സഹാനുഭൂതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വൻ മരവും സഹാനുഭൂതിയുടെ കാറ്റിലൊന്ന് ആടിയൊലയും, അതുകൊണ്ട് ഇതൊരു വൻ അവസരമാക്കി മാറ്റിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മഹാദേവനും കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് സ്വന്തം മകനെ കാണാതായത് പ്രശ്നമല്ല, സ്വന്തം മകനെ കാണാതായി അവൻ എവിടെ പോയതൊന്നും പ്രശ്നമല്ല, ഇലക്ഷന് ജയിക്കണം. ഇതൊക്കെ കേട്ടുകൊണ്ട് വന്ന് നമ്മുടെ ഗൗരി ദൈവമേ ചോദ്യം ചെയ്യുകയാണ്. എന്താണ് ദൈവമ നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്, ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണോ ഇതൊക്കെ, എൻ്റെ അച്ഛനോട് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അവൾ വയലൻ്റ് ആവുക കേട്ടോ. അപ്പോൾ നിന്നോട് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ആരാടി പറഞ്ഞതെന്ന് ചോദിച്ച് ദേവിയമ്മ ഇവളോട് തട്ടിക്കയറുവാണ്. ഇവളും ദേവിയമ്മ മാത്രമല്ല നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനും ഒക്കെ ഇവളോട് ദേഷ്യപ്പെടുകയാണ്.
നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേനൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ശങ്കറിനെ കണ്ടുപിടിക്കാനാണോ നിങ്ങൾ ശ്രമിക്കേണ്ടത്, അതോ അതോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ മകനോട് സ്നേഹമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. നിന്നോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണല്ലോ എൻ്റെ മോൻ നിന്നോട് പറഞ്ഞിട്ടിറങ്ങിപ്പോയത് എന്നും പറഞ്ഞ് രാധാമണി തങ്കച്ചി. എന്തായാലും ശങ്കറിനെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് ഇലക്ഷൻ അല്ല വലുത്, ശങ്കറാണ് വലുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗരി ഈ പെണ്ണുപിള്ള പിടിച്ചുകൊണ്ടല്ലോ രാധാമണി തങ്കച്ചിയെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവാണ്. മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് തള്ളി, എന്നിട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടിയിട്ടോ. ഇതേ സമയം ശേഖരനും ഈ രാധാമണി തങ്കച്ചിൻ്റെ പുറകെ അങ്ങോട്ട് രാധാമണി തങ്കച്ചിയുടെ കൂട്ടത്തിൽ ഈ ഗൗരീനെ പൂട്ടിയിടാനായിട്ട് വരുന്നുണ്ട്. അതേസമയം ചാരങ്ങാട്ട് മഹാദേവൻ പറഞ്ഞു, ഇതൊക്കെയാണ് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനിടയ്ക്ക് എങ്ങനെ ഇലക്ഷൻ നടത്താനാണ്, അപ്പോൾ ഇതൊക്കെ നീ അവസരമാക്കിയെടുക്കണം, നിന്റെ മനസ്സിൽ എന്താണോ അത് നീ ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴേക്കും ദേവിയമ്മ എന്താ ഉദ്ദേശിച്ചത്, അപ്പോൾ നീ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്, നീ അതങ്ങോട്ട് ചെയ്തോളാൻ പറഞ്ഞു. അതായത് ഗൗരിയെ ഇല്ലാതാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഗൗരിയെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ഇവർ ആ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് നമ്മുടെ ചാരങ്ങാട്ട മഹാദേവൻ എന്നിട്ട് പുഞ്ചിരിക്കുകയല്ല അട്ടഹസിക്കുകയാണെന്ന് തന്നെ പറയാം. ഇതേ സമയം ഗൗരി ഇങ്ങനെ പൂട്ടിയിട്ടു. അപ്പോൾ ഗൗരി ചോദിച്ചു, അമ്മയുടെ മരുമോളല്ലേ ഞാൻ, ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് ചെയ്യാൻ കൊള്ളുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് പൂട്ടിയിട്ടിട്ട് പുറത്തിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ കമല ഇതും കണ്ടുകൊണ്ട് വന്നു. അപ്പോൾ കമല വന്ന് ചോദിച്ചു, അമ്മേ ഗൗരിയെ ദയവ് ചെയ്ത് തുറന്നു വിടമ്മേ, എന്താ അമ്മ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശേഖരൻ, നിനക്ക് ഇവളോട് സഹാനുഭൂതിയോ, അമ്മയെ നീ ചോദ്യം ചെയ്യുന്നു, എന്നാൽ നിനക്കിട്ടും മണി തരാടി എന്ന് പറഞ്ഞ് ഇവളുടെ കവളത്തിന് തുറന്നു കൊടുത്തിട്ട് ഇവളെയും പിടിച്ച് പൂട്ടിക്കൊണ്ടിടാനായിട്ട് പോവാണ്. ഇവളെ ഒരു റൂമിനകത്ത് കൊണ്ടുപോയി തള്ളി ഇവളെയും പൂട്ടിയിട്ടു. എന്നിട്ട് നമ്മുടെ ശേഖരൻ രാധാമണി തങ്കച്ചിയെ മാറ്റി നിർത്തി വിളിച്ച് സംസാരിക്കുകയാണ്. അമ്മ ഇങ്ങ് വന്ന് ഒരു സൂത്രം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു, അമ്മ ഇതൊരു അവസരമാണ്, നമുക്ക് കിട്ടിയൊരു അവസരമാണ്, ഇതാണ് പറ്റിയ അവസരം, ശങ്കറും ഇവിടെ ഇല്ല, അതുപോലെ തന്നെ ദേവിയമ്മയും അച്ഛനുമൊക്കെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുവാണ്, നമുക്ക് ഇവളെ ഒഴിവാക്കാൻ പറ്റിയൊരു അവസരമല്ലേ ഗൗരിയെ, നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ നീ എന്താണ് ഈ പറയണത്, എങ്ങനെ ഒഴിവാക്കണമെന്നാ, താലി കെട്ടിയതല്ലേ, ചുമ്മാ അങ്ങോട്ട് കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ, പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളയുന്നത് പോലെ, അമ്മയെ കൊണ്ട് കളയാൻ പറ്റില്ല, കൊല്ലാൻ പറ്റില്ലേ, അവളെ നമുക്ക് കൊന്നു കളയാം, അതിന് പറ്റിയ അവസരം ഇന്ന് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. മാത്രമല്ല അച്ഛനിപ്പോൾ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അച്ഛൻ ദേവമ്മയും കൊണ്ട് പുറത്തു പോകുന്ന സമയം ഇവളെ കൊല്ലാമെന്നൊരു പ്ലാനിങ്ങിലാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഗൗരി ആണെങ്കിൽ എങ്ങനെ തൻ്റെ ശങ്കറിനെ കണ്ടെത്തും, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും, പോലീസിനെ വിളിച്ചാലോ അച്ഛനെ വിളിച്ചാലോ എന്നൊക്കെ ആലോചിക്കുക. അച്ഛനെ വിളിച്ചാലോ എന്ന്, അല്ലെ പ്രൊഫസറെ വിളിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് പാവം കൈ മേലെ ഇങ്ങനെ ഇരിക്കുന്ന പ്രൊഫസർ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനല്ലേ, എന്തായാലും പ്രൊഫസറെ വിളിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് അവൾ തന്നെ മനസ്സിലോർത്ത് വേണ്ട, തിരുവനന്തപുരത്ത് കിടക്കുന്ന അച്ഛൻ ഇപ്പോൾ ഉടനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ എന്തായാലും പോലീസിനെ വിളിക്കാം. പിന്നെ ഓർത്തു, ഞാൻ കാരണം ഇവിടെ ഒരു 100 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇനി പോലീസിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഇലക്ഷനെ അത് ബാധിക്കും, അതുകൊണ്ട് അത് വേണ്ട എന്നും പറഞ്ഞിട്ട് അവൾ തന്നെ തീരുമാനിക്കുകയാണ് അത് വേണ്ട എന്ന്. എന്നിട്ട് പിന്നെ അവസാനം അവൾ എന്തായാലും ശങ്കറിന് മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ, ശങ്കറിനെ കണ്ടെത്തുകയാണ് വേണ്ടത് ആദ്യം എന്നും പറഞ്ഞിട്ട് അവൾ ശങ്കറിൻ്റെ കൂട്ടുകാരെ വിളിച്ചു. എന്നിട്ട് ജോജുവിനെ വിളിച്ചിട്ട് അജിത്തിനെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ അജിത്ത് ഇപ്പോൾ വരും, എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് 3 പേർ കൂടെ ഒരുമിച്ച് ശങ്കറിനെ കണ്ടെത്തണം, ഏട്ടത്തി 1/2 മണിക്കൂർ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ജോജു ഫോൺ വെച്ചു കേട്ടോ. ഇതേ സമയം നമ്മുടെ വേണിയും ആദർശും കൂടി ചാരങ്ങാട്ടേക്ക് വരികയാണ്. എത്തിയില്ല, വഴിയിലാണ്. അപ്പോൾ വഴിയിൽ വണ്ടി നിർത്തി ജ്യൂസൊക്കെ കുടിക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു നമ്മുടെ വേണിക്ക് ആദർശ്. അപ്പോഴേക്കും ഒരു സ്ട്രോയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മാത്രമല്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ ശങ്കർ പറഞ്ഞു, നിനക്ക് കുറച്ച് മധുരം കൂടുതലല്ലേ, ശങ്കറല്ല ആദർശ് പറഞ്ഞു, നിനക്ക് കുറച്ച് കൂടുതൽ മധുരമല്ലേ വേണ്ടത്, ഇതിനകത്ത് മധുരം കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കെട്ടിയോൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട്, എൻ്റെ കെട്ടിയോൻ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയല്ലേ, ചില മണ്ണുണ്ണി കെട്ടിയന്മാരുണ്ട്, കെട്ടിയോൾക്ക് ഇഷ്ടപ്പെട്ട കളർ അറിയത്തില്ല, കെട്ടിയോൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമിൻ്റെ ഫ്ലവർ അറിയത്തില്ല, ഫ്ലേവർ എന്നല്ലേ അവൾ പറയുന്ന ഫ്ലവർ അറിയത്തില്ല, പിന്നെ ബർത്ത്ഡേ അറിയത്തില്ല, എൻ്റെ കെട്ടിയോൻ അങ്ങനെയൊന്നും അല്ലല്ലേ എന്നൊക്കെ നമ്മുടെ വേണി ഇങ്ങനെ ചോദിക്കേട്ടപ്പോഴേക്കും ആദർശ് പതുക്കെ തലയും കുനിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക. എൻ്റെ നിങ്ങൾ ആ ഒരു സ്ട്രോയും കൂടി എടുത്തുകൊണ്ട് വാ മനുഷ്യ എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട, ഞാൻ വേറെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്താണ് ആദർശിനെ നന്ദിനിയമ്മ വിളിക്കുന്നത്. നന്ദിനിയമ്മ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ എത്തി, തൃശ്ശൂർ എത്തിയോ നിങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല, തൃശ്ശൂർ എത്തിയില്ല, ഉടനെ എത്തും, 1/2 മണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തും, വഴിയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല അവൾ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞതെന്നറിയാവോ, വേണി പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്, ഇനി ഇവിടെ പ്രൊഫസർ ശ്യാമേട്ടൻ ദേഷ്യപ്പെട്ടിട്ട് വല്ലോ വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ വല്ലോ ആണോ, ഇനി പ്രശ്നമാവുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ആകെ സങ്കടപ്പെടുകയാണ്.
അപ്പോഴേക്കേ അങ്ങനൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്തായാലും അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മേ, എന്തായാലും പോയിട്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ വേണി വന്നിട്ട് ജ്യൂസ്, അതായത് ഇവന് ഓർഡർ ചെയ്ത് ജ്യൂസും എത്തിയിട്ടുണ്ട്, ആ ജ്യൂസ് കൊടുക്കാം കേട്ടോ, ഇവന് കൊടുത്തു. ആ ജ്യൂസ് ഇവന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ആ ജ്യൂസ് മേടിച്ച് കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൾ കൊടുക്കില്ല. അത് കൊടുക്കാതെ അവളുടെ ഒരു സ്ട്രോയും കൂടെ അങ്ങോട്ടേക്ക് കിട്ടും. എന്നിട്ട് പറഞ്ഞു നമുക്ക് 2 പേർ കൂടെ ഈ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹമല്ലേ സാധിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ, നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമൊക്കെ ചെയ്യാം, പക്ഷേ 1 കണ്ടീഷൻ, നീ എന്തിനാണ് ഇപ്പം നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് നീ ഒന്ന് പറയണം, എന്താണ് അതിൻ്റെ കാരണം എന്നൊന്ന് പറയണം എന്ന് പറഞ്ഞു കേട്ടോ. ഒരു കാരണമില്ലാതെ ഇനി അങ്ങോട്ടേക്ക് പോകത്തില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടി പറഞ്ഞു ഓഹോ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെങ്കിൽ അത് പറയണോ, ഞാൻ വെറുതെ പോകുന്നതാ എന്നിങ്ങനെ വേണ്ടി പറയാം, ഞാൻ വെറുതെ പോകുന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല. അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം അമ്മേനെയൊക്കെ ഒന്ന് കാണാൻ തോന്നും, അമ്മയുടെ ഇതിനാണ്ട് ജീവിതമാക്കാൻ തോന്നും, അടുക്കളയിൽ പോയി തിന്നാൻ തോന്നും, അമ്മയുടെ സാരിയിൽ അത് തുടയ്ക്കാൻ തോന്നും, കൈ കഴുകിയിട്ട് അമ്മയുടെ സാരി തുടയ്ക്കാൻ തോന്നും, 2 ഒച്ച വയ്ക്കാൻ തോന്നും, വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങാൻ തോന്നും. ഇതൊക്കെ സാധാരണ പെൺപിള്ളേർക്ക് തോന്നണത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് അല്ല വേണി, വേറെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ വേണിയുടെ മുഖം അങ്ങോട്ട് മാറാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വേണി ചാരങ്ങാട്ടേക്ക് പോകുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് ഒരു 3-4 എപ്പിസോഡ് കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ശങ്കറിനെ ഒരു 3-4 എപ്പിസോഡ് കൂടെ കഴിയുമ്പോഴത്തേക്കും ശങ്കറിനെ കണ്ടെത്തുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് ശങ്കറിനെ കണ്ടെത്തുകയാണ്. ശങ്കർ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ശങ്കറിനെ കണ്ടെത്തുകയാണ്. അതിനുശേഷം ശങ്കറിന് മറ്റൊരു അപകടം സംഭവിക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ ശങ്കറും ഗൗരിയും ഒന്നാവുകയാണ്. ആ ഒരു കഥയാണ് ഇനി നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുക. സി ഓക്കെ, താങ്ക്